ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബനാന പുഡിങ്ങാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3 നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇത് നമ്മൾ തോലുരിഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് മാറ്റുക. ആ ബൗളിൽ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫോക്ക് കൊണ്ടുവല്ലോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം നമ്മളതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര നിങ്ങളുടെ അളവ് താല്പര്യം അനുസരിച്ചിടാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക, മധുരം കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കുക. ഇതിപ്പോൾ ഒരു മീഡിയം അളവിനുള്ളതാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 മുട്ട അതിലേക്ക് ഒഴിച്ച് അതോട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. മുട്ടയും പഞ്ചസാരയും ഏലക്കായും ഏത്തപ്പഴം എല്ലാം കൂടെ ആകുമ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനായി. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ അളവിന് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇത് അടിച്ചെടുക്കുക, ഒട്ടും തരിയില്ലാതെ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് അരിപ്പ് വെച്ച് അതിൽ കൂടെ അരിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏത്തപ്പഴത്തിൻ്റെ അരിയൊക്കെ അതിനകത്തുണ്ടാകും, അതെല്ലാം കൂടെ അരിച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോക്കോളും. ഈ സമയം നമ്മൾ മോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഒരല്പം നെയ്യ് ചുറ്റും പുരട്ടിയിട്ട് അതിലേക്ക് നമ്മളുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ഒഴിച്ച് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുക. ഒട്ടും ഗ്യാപ്പില്ലാതെ ഒരല്പം പോലും അതിൻ്റെ സ്റ്റീം പുറത്ത് പോകാതെ വെച്ചിട്ട് നമ്മൾ സ്റ്റീമറിൽ അപ്പച്ചമ്പൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കുക. അത് മോൾഡിൽ നിന്ന് ഡിമോൾഡ് ചെയ്ത് ഒരു ട്രേയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഈ സമയം നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ അളവിന് നെയ്യ് ഒഴിച്ചിട്ട് 3 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര ഇട്ട് ഇതൊന്ന് നന്നായിട്ട് കാരമലൈസ് ചെയ്യണം. നന്നായിട്ട് കാരമലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, തീ ലോ ഫ്ലെയിമിലേ ആകാവുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ച് സ്ലോലി പതുക്കെ ഇത് കാരമലൈസ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നമ്മൾക്കൊന്ന് ചെറുതായിട്ട് തണുപ്പിച്ചതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന നമ്മളുടെ പുഡിങ്ങിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.